എന്താ കുഴപ്പം? പെണ്ണാന്ന് നടക്കുക മൊബൈൽ 10-14 വയസ്സായി. നാളെ ഒരു വീട്ടിൽ പെണ്ണിന് കല്യാണം കഴിച്ച് കേട്ട പെണ്ണാണ്. അവിടുത്തെ അമ്മായിമ്മ പിടിച്ച് കുത്തുവ പഠിച്ചോളും. ഒരു പണി ചെയ്യാതെ ഇരിക്കുക. എത്ര വയസ്സായി നിനക്ക്? എത്ര വയസ്സായി? നീ 10 വർഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലവരുടെ വീട്ടിൽ പോണോ? ഒന്നും ചെയ്യാനിട്ട് തള്ളനെ ഇങ്ങനെ ഇട്ട് കുഴിച്ചോണ്ടിരുന്നു. ഒരു പണി ചെയ്യാതെ. നിനക്ക് അങ്ങനെ തന്നെ പറഞ്ഞോടി. ഇതൊക്കെ ഉള്ളോ നീയൊക്കെ പഠിപ്പിക്കുന്നതാ. മര്യാദക്ക് പിള്ളേരെ ഉണ്ടല്ലോ, ഒരു അമ്മ എന്ന സ്ഥിതിക്ക് നീയൊക്കെ വേണം മര്യാദക്ക് കുഞ്ഞുങ്ങളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി. ആരെങ്കിലും പഠിപ്പില്ല. അവിടെ ഇവിടെ ഇരി. ഓരോ കാര്യങ്ങളും അമ്മയൊക്കെ പറയുമ്പോൾ അത് പഠിക്കണം. പറഞ്ഞു മനസ്സിലായോ? ഇത് നീ പഠിപ്പിക്കുന്നുമില്ല, നീ അനുസരിപ്പിക്കുന്നുമില്ല. ഇതിന് നിന്നെ മാത്രമേ ഞാൻ കുറ്റം പറയത്തുള്ളൂ. എൻ്റെ അമ്മ ഉണ്ടായിരിക്കണം. ഇപ്പൊ കാണാം, പറയുന്നിടത്ത് നിർത്തും, വരയ്ക്കുന്നിടത്ത് അമ്മയൊക്കെ നിർത്തി നിന്നെയൊക്കെ പഠിപ്പിച്ചായിരുന്നേ. ഒരു അനുസരണമില്ലാത്തത്. പോയി ജോലി റോസു പോടി. അത് ശരിയാ, കൊറേ വരയ്ക്കും. വര ഇങ്ങനെ വരയ്ക്കും. ആരെ വരയ്ക്കുന്നറിയോ? മക്കള് വരയ്ക്കും. അതിന് അമ്മ അപ്പനും നിൽക്കും. അതല്ല അവിടെ നടക്കുന്നത്. അമ്മ വരയ്ക്കും പോലും വരയ്ക്കും. നീതി കണ്ടാ എന്നെ പുല്ലാരി പുത്രൻ സഹായിക്കുന്നത് കണ്ടാ? വാടി പിടിക്ക്. കണ്ടാടി? ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? പറ ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? പറഞ്ഞോ, ചോദിച്ചോ. അങ്ങനെ താൻ മാതാപിതാക്കന്മാരെ കുറ്റം പറയൊന്നും വേണ്ട. എത്ര മാതാപിതാക്കന്മാരുണ്ട്. എന്നിട്ടാന്ന് പറ, ഇവിടെ ഏത് മാതാപിതാക്കളാ കുഴപ്പക്കാര്? ഒന്ന് പറഞ്ഞാലോ. എൻ്റെ അറിവിൽ ഒരു മാതാപിതാക്കളെ ഞാൻ എങ്ങനെ കുഴപ്പക്കാരായിട്ട് കണ്ടിട്ടില്ല. ഇനി തൻ്റെ അറിവിലുണ്ടെങ്കിൽ താന്ന് പറ, ഞാൻ ഒന്ന് കേൾക്കട്ടെ. എന്നാ പറഞ്ഞേ നോക്കട്ടെ. എണ്ണി പറയാം. എന്നാ താൻ പറ എണ്ണ പറ. എണ്ണിയോ എണ്ണാരോ പറയണോ? ചൂണ്ടി കാണിച്ചിട്ട് എത്ര എണ്ണോണെന്ന്. എന്റെ മുമ്പിൽ എത്ര എണ്ണോണെന്ന് അല്ല അനു. ഒന്ന് ഞാൻ പറയാം. കുടുംബത്തില് ആദ്യം വേണ്ടത് മക്കൾക്ക് നല്ല പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന മാതാപിതാക്കളായിരിക്കണം. ഈ കല്യാണത്തിന് മുമ്പ് എന്തൊക്കെ വേണം, ലൈഫിൽ എന്തൊക്കെ വേണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന മാതാപിതാക്കളായിരിക്കണം. അതല്ലാതെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒന്നും അറിയാതിരിക്കുന്ന എത്രയോ ആൾക്കാർ എന്റെ മുമ്പിൽ തന്നെയുണ്ട്. അത് കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാലോ അവരുടെ ജീവിതത്തിൽ കയറി കൈയിട്ട് വേരകി അവരെ ജീവിതം കുളന്നുകൊണ്ട് എത്ര അമ്മമാരുണ്ട്. കല്യാണം കഴിപ്പിച്ചിട്ട് വീട്ടിലെ അമ്മായിമ്മമാര് ശരിയല്ലെങ്കിൽ അവിടെ നിന്ന് വഴക്കിട്ട് പോരുമ്പോ നല്ല വർത്തമാനം പറഞ്ഞാൽ തിരികെ പറഞ്ഞു വിടുന്ന മാതാപിതാക്കളായിരിക്കണം. അല്ലാതെ എന്റെ മോളിങ്ങ വാ, ഇവിടെ ഞാൻ നോക്കിക്കോളാം, ആയുഷ്കാലം ഫുള്ള് എന്റെ ചെലവിൽ ജീവിച്ചോളൂ എന്നൊക്കെ പറയുമ്പോ അവർക്ക് തരവായി. അതല്ല, വഴക്കാണെങ്കിൽ വേറെ മാറി താമസിച്ച് നീ നിന്റെ ഭർത്താവ് കുട്ടികളുടെ സന്തോഷം ജീവിക്കാൻ പഠിക്കുന്നേ പറയുന്നേ. ഇതല്ല. എന്റെ മോള് വാ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞോണ്ട് എത്ര എണ്ണുണ്ട്? ഇനി വേണോ? ഇതൊക്കെയാണോ കുറ്റങ്ങള്? ഇത് കുറ്റങ്ങളല്ലേ? ഇത് കുറ്റങ്ങളല്ലേ? അതുപോലെ ആമ്പിള്ളേര് കൂട്ടുകൂടി മദ്യപാനം കഴിക്കുമ്പോഴും അല്ലെങ്കിൽ പെൺകുട്ടികളായിട്ട് കൂട്ടുകൂടുമ്പോഴും അമ്മമാര് പറഞ്ഞ് മനസ്സിലാക്കണം. പെൺകുട്ടികളല്ല കൂട്ട്. ഇപ്പൊ നല്ല ഭാവിക്ക് പഠിച്ച് നല്ല ജോലി നേടി നല്ലൊരു നിലയിൽ എത്താൻ പഠിക്കും. അല്ലാതെ വീട്ടിൽ പെൺകുട്ടികളെ വീട്ടിൽ വിളിച്ചോളന്ന് സൽക്കരിക്കുമ്പോ സപ്പോർട്ട് ചെയ്യല്ല വേണ്ടത്. മദ്യമോ കഴിക്കുമ്പോ അപ്പനും മക്കളും കഴിക്കുമ്പോ സപ്പോർട്ട് ചെയ്യല്ല വേണ്ടത്. അതിന് നോ പറയണം. അതിന് പറ്റാത്ത മാതാപിതാക്കളല്ല. ഇവിടെ ഞാൻ നോ പറഞ്ഞ മക്കള് പറയും. പിന്നെ ഇവള് ചെയ്യാത്തത് അവള് ചെയ്യാതെ പറഞ്ഞല്ല. അത് അവക്കിട്ട് കൊടുക്കുന്നുണ്ടേ. മാക്സിമം ഇപ്പൊ ഇത്തിരി മടിയാ. മുമ്പ് ചെയ്യുമായിരുന്നു എന്തെങ്കിലുമൊക്കെ, ഇപ്പൊ ചെയ്യുന്നില്ല. ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ സ്കൂൾ തുറക്കാൻ പോലെ ബാക്കി വഴി ഞാൻ കാണിച്ചു തരാം. ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് കേട്ടാ. മാതാപിതാക്കള് നല്ല മാതാപിതാക്കള് കുറെ എണ്ണം ഉണ്ട്. മക്കൾക്ക് താങ്ങുന്നാണല്ലോ അവിടെ നിൽക്കും. എന്നിട്ട് അവർ തെറ്റ് ചെയ്യുമ്പോഴോ കോടയിലും ചൂടിക്കൊണ്ട് നിൽക്കും. അല്ല എന്തിനുള്ള ശരിയാ, നീ പറഞ്ഞത് കറക്റ്റ് കാര്യം തന്നെയാ. ഒന്നും ഞാൻ നിഷേധിക്കാനൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ കറക്റ്റ് കാര്യം. ഓക്കെ, ഞാൻ അത്ര ചിന്തിച്ചില്ല. ഇതൊക്കെ ചിന്തിക്കണം. ശരിയാ, നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ട്. നീയൊക്കെ അങ്ങനെ ആയ കാലവരെ അടിച്ചോളെ. മനസ്സിലായോ? മര്യാദക്ക് പഠിച്ചു മര്യാദക്ക് ജോലി നോക്കി വീട്ടിലെ ജോലികളൊക്കെ മര്യാദക്ക് ചെയ്ത് ജീവിക്കണം നിങ്ങള്. മനസ്സിലാടാ? അത് നോക്കി ഇരിക്കുക. മക്കളെ ആദ്യം നന്നായിട്ട് പഠിച്ച് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയാമോ? ആദ്യം അപ്പനും അമ്മയും പറയുന്ന നിങ്ങൾ അനുസരിക്കണം. മാതാപിതാക്കൾ ശാപം മേടിക്കാതിരിക്കുക. നിങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യേണ്ട കാര്യമാണ്. മാതാപിതാക്കൾ ശാപം മേടിച്ചു കഴിഞ്ഞാൽ പൊന്നു മക്കളെ ഒരു മക്കളും രക്ഷപ്പെടില്ല. മനസ്സിലായോ? മാതാപിതാക്കളുടെ അനുഗ്രഹം നിങ്ങൾ ആദ്യമായിട്ട് മേടിക്കേണ്ടത്.
അതിനുശേഷം നിങ്ങൾ മേടിക്കുന്ന അനുഗ്രഹം ആരെയാണെന്നറിയാവോ? ആരെയാ? ഗുരുക്കന്മാരുടെ. ആദ്യം മാതാപിതാ, അത് കഴിഞ്ഞു ഗുരുക്കന്മാർ, അത് കഴിഞ്ഞു ദൈവം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അവസാനം വേണമെന്നല്ല പറയുന്നത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ തന്നതാണ് ആദ്യം മാതാപിതാക്കൾ. പറഞ്ഞു മതിയോ? അതിനുശേഷം ഗുരുക്കന്മാര്, അതിനുശേഷം ദൈവം. ദൈവത്തിന്റെ പുറത്ത് നമുക്ക് അന്നേരം വേണ്ട. ദൈവം നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ വിട്ടിരിക്കുന്നതാണ് ആരെ? മാതാപിതാക്കളെ, ഗുരുക്കന്മാരെ. നമ്മൾ ഇവരുടെ ശാപം മേടിച്ചു കെട്ടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉയർച്ചകളെല്ലാം നഷ്ടമാകുന്നത്. പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ട് അപ്പനും അമ്മയും നിങ്ങളെ വഴക്ക് പറയുമ്പോൾ നിങ്ങൾ അതിന് അപ്പനും അമ്മേനെ തെറി പറയുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യാതെ അവര് പറഞ്ഞ് നിങ്ങൾ അനുസരിക്കാൻ നോക്കുക. നമ്മുടെ ചുറ്റുപാട് എത്ര കുടുംബം ഓർത്തു നോക്കിയേ. അപ്പനെയും അമ്മേനെയും അനുസരിക്കാത്ത എത്ര മക്കളാണ് നശിഞ്ഞു പോയിരിക്കുന്നത്. നോക്ക്, മദ്യപാനും കള്ളും കഞ്ചാവും അടിച്ച് നശിഞ്ഞു പൊക്കോണ്ടിരിക്കുന്നത്. ശരിയല്ലേ? നിങ്ങൾക്ക് അങ്ങനെ പോണോ? നന്നായിട്ട് ജീവിക്കണം. മനസ്സിലായോ? അത് നന്നായിട്ട് പഠിക്കണം. അതിന് നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? അപ്പന്റെയും അമ്മയുടെയും അനുഗ്രഹമാണ് വേണ്ടത്. ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലായല്ലോ. ആദ്യം അപ്പനും അമ്മയെ അനുസരിക്കണം. രണ്ടാമത് സ്കൂളിൽ ചെന്നാൽ ടീച്ചർമാരെ അനുസരിക്കണം. ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താനോ അവരെ ഇരട്ടപ്പേരിട്ട് വിളിക്കാനൊന്നും നിങ്ങൾ നിൽക്കരുത്. നിങ്ങളുടെ കൂടെ ഉള്ളവർ അവരെ എന്തെങ്കിലുമൊക്കെ പറയുന്നോട്ടെ, ആ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഒരിക്കലും കുട്ടികളുടെ കൂടെ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർമാര് സാർമാരെ ഒന്നും നമ്മൾ വേദനിപ്പിക്കരുത്. മക്കളെ, ഏറ്റവും വലിയ തെറ്റ് എന്താ നിങ്ങൾക്കറിയാമോ? മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. കേട്ടല്ലോ? അപ്പം അന്നെങ്കി വന്നേ. അപ്പം പറഞ്ഞ അന്നയ്ക്ക് മനസ്സിലായോ? അന്നക്കുട്ടിക്ക് മനസ്സിലായോ? എന്താ അന്നക്കുട്ടിക്ക് മനസ്സിലായത്? തെറ്റ് ചെയ്യരുത്. കേട്ടോ? ആരെയും വേദനിപ്പിക്കരുത്. നല്ല കുട്ടിയായിട്ട് ജീവിക്കണം. ജീവിക്കുവോ? അന്നക്കുട്ടി ജീവിക്കുവോ? മിടുക്കി കളിച്ചോട്ടോ. അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഇതൊരു പാഠമായിട്ട് നിങ്ങൾ കരുതണം. കേട്ടോ? ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? താരവാരി കീറിയാൽ. എനിക്ക് നിങ്ങളെ സ്നേഹിക്കാനും അറിയാം, അതുപോലെ തന്നെ തെറ്റ് ചെയ്താൽ തല്ല് തരാനും ഈ അപ്പനറിയാം. മനസ്സിലായല്ലോ? ഇതൊരു ഓർമ്മയായിരിക്കണം എല്ലാവർക്കും. ഓക്കേ, തനിക്കും കൂടി ചേർത്താ. നീ എനിക്കിട്ട് എന്തിനാണ് എപ്പോഴും ചേർത്താ അങ്ങനെ? താങ്ങാനുള്ളോണ്ട് കയറി ഉണ്ടാക്കുന്നു. പിന്നല്ലാതെ തല നന്നായാലേ പാല് നന്നാവുള്ളൂ. എനിക്കറിയാം എന്ത് ചെയ്യണോന്ന്. തല നന്നായാലേ പണയാൻ നിൽക്കാം. ഞങ്ങൾ പറഞ്ഞേക്ക്. ഇത്ര ഉപദേശിച്ചല്ലോ. ഒരു കാര്യം അങ്ങോട്ട് ഞാൻ പറയട്ടെ, തല നന്നാവണം, എന്നാലേ ഈ വാലുകൾ നന്നാവുള്ളൂ. ആദ്യം തല നേരെയാവാൻ നോക്കും. കേട്ടോ?